അനൂപ്, സ്വരാജിൻ്റെ വലിപ്പം എത്ര എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച അല്ല നമുക്ക് പിന്നെയും ചർച്ച ചെയ്യാം. പക്ഷേ എത്രമാത്രം അദ്ദേഹം സ്വാധീനം ഈ സമൂഹത്തിൽ ചെലുത്തുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഇടയിലെങ്കിലും ഉണ്ട് എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. UDF കൊണ്ടെങ്കിലും ചർച്ച ചെയ്യിപ്പിക്കാൻ ഇന്നലെ തെറി വിളിച്ചു നിൽക്കുന്ന അൻവറിനെ എടുക്കണോ വേണ്ടയോ എന്ന് പെട്ടെന്ന് ഒന്ന് ആലോചിക്കാൻ വീണ്ടും യോഗം കൂടാൻ മാത്രം പ്രസക്തി സ്വരാജിൻ്റെ വരവിനുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം സ്വരാജ് വലിപ്പമുള്ള ഒരാളാണെന്ന് മറുഭാഗത്തുനിന്ന് പറയുമ്പോൾ സ്വരാജ് വലിപ്പമില്ല എന്ന് പറഞ്ഞ് ചർച്ച ആ തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തുടക്കത്തിലെടുത്ത സ്റ്റാൻഡ് എന്താ, വലിപ്പമില്ല എന്നൊക്കെ പറയുന്നത് വ്യക്തിനിഷ്ഠമാണ്. അഡ്വക്കേറ്റ് ലാലിന് അദ്ദേഹത്തിന് സ്വരാജ് ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി ആണെന്ന് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. പക്ഷെ അത് അദ്ദേഹം എന്നെ കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് അംഗീകരിപ്പിക്കണമെന്ന് കരുതുന്നിടത്താണ് പ്രശ്നം. അല്ല, അവിടെയല്ല പ്രശ്നം. അനൂപിന്റെ വ്യക്തിപരമായ കാര്യമല്ല, UDF തന്നെ അവിടെ യോഗം കൂടിയത് തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. UDF യോഗം കൂടിയത് തെളിയിച്ചിരിക്കുന്നു ഇന്നത്തെ ദിവസം എന്നുള്ളതാണ്. ഞാൻ അതിലേക്കൊക്കെ വരാന്നേ, UDF യോഗത്തിലേക്കൊക്കെ വരാം. പിന്നെ അദ്ദേഹം ചോദിച്ചു സ്വരാജിന്റെ പ്രായത്തിൽ സ്വരാജിന്റെ അത്ര സ്വാധീന ശക്തി. അതിലേക്കൊന്നും പോവല്ലേ. അല്ല, ഒരു മിനിറ്റ് പ്ലീസ്, ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോ കോൺഗ്രസിൽ എത്ര നേതാക്കളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു പിടി നേതാക്കളുണ്ടെന്ന് ഏതെങ്കിലും കുറച്ചു പേരുടെ പേര് മാത്രമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പറയുന്ന വായനയുടെ എഴുത്തിന്റെ അത് അദ്ദേഹത്തിന്റെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ചിലരൊക്കെയാണ് എഴുത്തും വായനയുള്ളവർ, ബാക്കിയൊക്കെ രാഷ്ട്രീയമായി നിരക്ഷരരാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്ന് വരുന്ന പ്രശ്നമാണ്. ഇപ്പൊ പുസ്തകം വായിക്കുക, എഴുതുക, പ്രസംഗിക്കുക, ദൈനംദിന വ്യവഹാരങ്ങൾ. അല്ല, ഞാൻ പറയുന്നത് എത്ര പേര് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും? പിന്നെ ചർച്ച അതിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ സ്വരാജിനെ കുറിച്ച് പറയുന്നു, അപ്പൊ സ്വരാജിന്റെ കുഴപ്പം ഞാൻ പറയുന്നു. അങ്ങനെ കൊണ്ടുപോരുന്ന ഞാൻ പറഞ്ഞേ. ഞാൻ പറയുന്നത് താങ്കൾ അതിനിടയ്ക്ക് ചോദിച്ച ഒരേ ഒരു ഞാനൊന്ന് ഇടപെട്ടാല് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തരുത്. ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ കോൺഗ്രസിൽ ഉണ്ടാകാം. ആ കോൺഗ്രസിൽ താങ്കൾ പറയുന്ന പേര് എനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് ആകണമെന്നില്ല. താങ്കൾ സ്വരാജിനെ കുറിച്ച് കരുതുന്ന പോലെ ഞാനും അത് റദ്ദ് ചെയ്ത് കളയും. അതുകൊണ്ട് അപ്പുറത്തില്ല എന്ന് വിചാരിക്കരുത്, അപ്പുറത്ത് ഉണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ ആ ഡിസ്പൊസിഷൻ അടുത്ത പ്രശ്നം. ഈ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞാലും അങ്ങനെയൊക്കെ എഴുതുകയും വായിക്കുകയും അല്ലെങ്കിൽ സിനിമ എടുക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. പക്ഷെ അന്ന് അദ്ദേഹം എടുത്ത സിനിമ തന്നെ അൻവർ തള്ളി പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം എടുത്ത സിനിമകളും പറഞ്ഞ നിലപാടുകളിൽ നിന്നും മാറുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം എന്താണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസം വന്ന് കണ്ണീരൊലിപ്പിച്ച് കാണിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടല്ലോ. അതൊക്കെ അദ്ദേഹം നേരത്തെ എടുത്ത നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ പ്രകാശൻ മാസ്റ്റർ രാഷ്ട്രീയമായിട്ട് നമ്മൾ ഈ പോരാട്ടത്തെ കാണുകയാണല്ലോ. പ്രകാശൻ മാസ്റ്റർ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ അനൂപേ, അതായത് UDF എന്തിനിന്ന് ഈ യോഗം ചേർന്നു, എന്ത് കാര്യമാണ് അവിടെ ചർച്ച ചെയ്തത്? ഈ അൻവറിനെ എങ്ങനെ കൈകാര്യം, ഒറ്റ കാര്യമല്ലേ അവിടെ ചിന്തിക്കാനുള്ളൂ. ഹൈക്കമാൻഡ് പറഞ്ഞ സ്ഥാനാർത്ഥിയെ എതിർത്ത പുലഭ്യം പറഞ്ഞ ഈ അൻവറിനെ രണ്ട് വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ലേ വേണ്ടത്. അല്ല, നിങ്ങൾ എന്താ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നേരം? അതെ, ഞാൻ അതിലേക്ക് വരാം. ഇപ്പോ അൻവർ ഒരു എഫക്റ്റ് എല്ലാ തെരഞ്ഞെടുപ്പിനകത്ത് എന്ന് പറഞ്ഞത് CPM നേതാക്കന്മാരാണല്ലോ. അപ്പോൾ ഞങ്ങൾ അൻവറെ കൂടെ കൂട്ടിയാലും കൂടെ കൂട്ടിയില്ലെങ്കിലും അതൊരു സ്വാധീനവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ അതിൽ എന്താണ് പരിഭ്രമിക്കാനുള്ളത്? ഇതിപ്പോ തലേ ദിവസം വരെ ഇപ്പോ ഞങ്ങളുടെ കൂടെ പരിഭ്രമത്തിന്റെ പ്രശ്നമല്ല, പരിഭ്രമമല്ല, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു കൗതുകവും ആശ്ചര്യവും ആളുകൾക്കുണ്ടാക്കുന്നു. രാഷ്ട്രീയമായി കോൺഗ്രസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ. എന്താണ് ഈ കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ നേതാക്കൾ തന്നെ എഴുതിയ FB പോസ്റ്റിനെതിരല്ലേ ഇതൊക്കെ? ഞാനൊരു കാര്യം പറയട്ടെ താങ്കളോട്. താങ്കൾ ഇപ്പോൾ അൻവറിന്റെ കാര്യം ചോദിക്കുന്നു. ഇവിടെ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ CPM സാരിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന നിമിഷവും അദ്ദേഹം ഞങ്ങൾ ഉൾപ്പെട്ട KPCCയുടെ മീഡിയ പാനലിസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളാണെന്നേ. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലല്ലോ ഇതൊന്നും സംഭവിക്കുന്നത്. നിങ്ങൾ തലേ ദിവസം എന്ന് പറയുമ്പോൾ തൊട്ട് മുൻപ് വരെ CPM-നെതിരെ അതിനിന്ദ്യമായി വ്യക്തിപരമായും ഇപ്പൊ നമ്മളൊക്കെ അതിനെ നിങ്ങൾ വിമർശിച്ചല്ലോ, അതിനെ നിങ്ങൾ എതിർത്തല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് പറയാൻ പാടില്ല. ശരിയാണ്, ഇതാണ് തുടരേണ്ടതെന്നാണ് പറയേണ്ടത്. നിങ്ങൾ സാരിനെ പോലെ ഒരാളെ
CPM-ന് കോൺഗ്രസിന്റെ ഒരു ഈ പറയുന്ന 4ാം നിരയിലോ 5ാം നിരയിലോ നിൽക്കുന്ന ഒരാളായ സരിനെ പോലെ ഒരാളെ നിങ്ങൾ അതിന്റെ ഭാഗമാക്കുമെങ്കിൽ 2 പ്രാവശ്യം ഈ പറയുന്ന MLA ആയ ഒരാളെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ തള്ളി പറഞ്ഞു വന്നാൽ ഞങ്ങളുടെ ഭാഗമാക്കുന്നതിന് ഞങ്ങൾക്ക് എന്താണ്? അല്ല, നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങൾ എതിർഭാഗത്തെ നിലപാടുകളെ തള്ളിപ്പറഞ്ഞു വന്നാൽ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് മനസ്സിലാക്കാം. ഇപ്പോൾ അൻവർ നിങ്ങളുടെ നിലപാടുകളാണ് തള്ളുന്നത്, നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എതിർക്കുന്നത്, നിങ്ങളുടെ ഹൈക്കമാൻഡ് തീരുമാനിച്ച് പ്രഖ്യാപിച്ച ആളിനെയാണ് പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം മാറ്റി പറയാതെ തന്നെ നിങ്ങൾ UDF യോഗം കൂടി അദ്ദേഹത്തെ അകത്ത് നിർത്തുന്നത് എന്ത് ആലോചന കൊണ്ടാണ്? സ്വരാജിനെ പോലെ ഒരാൾ അപ്പുറത്ത് വരുമ്പോൾ തോറ്റുപോകുമോ, വോട്ട് കുറയുമോ എന്ന പേടിയാണ് സാർ. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. പ്രകാശൻ മാസ്റ്റർ, എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് ഇതിനൊരു മറുപടി വേണ്ടേ? എന്തിനാണ് നിങ്ങൾ എതിർത്ത് അപ്പുറത്തേക്ക് പോകുന്ന ആളുകൾ UDF-ലേക്ക് എടുക്കുന്നതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ വിമർശിക്കുന്നത് എന്നൊരു ചോദ്യത്തിന് മറുപടി ഉണ്ടോ പെട്ടെന്ന്? അല്ല, UDF-ലേക്ക് എടുക്കുന്നതല്ല. ഇക്കഴിഞ്ഞ 6 മാസക്കാലം UDF-ന്റെ ഭാഗമാണല്ലോ അൻവർ ഉണ്ടാക്കിയതല്ലേ ഈ തെരഞ്ഞെടുപ്പ്. അൻവറിന് വേണ്ടിയല്ലേ 6 മാസക്കാലമായിട്ട് UDF പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. അൻവറിന്റെ വാദങ്ങളല്ലേ അവർ ഇത്രയും കാലം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അൻവർ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ അവർ സ്ഥാനാർത്ഥി നിർത്തിയത്. അത് അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അവരുടെ കരണത്തേറ്റ അടിയാണ് അൻവറിന്റെ പ്രസ്താവന എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ ആ അടി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ, അടിക്കുന്ന കൈ അത് പുണരാൻ ഇപ്പോൾ കോൺഗ്രസ് തയ്യാറാവുന്നതിന് കാരണം പറഞ്ഞാൽ മതി. എന്തിനാണ് ഇങ്ങനെ തങ്ങളെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തെ നയം വ്യക്തമാക്കിയാൽ എടുക്കുള്ളൂ എന്ന് ഇന്നലെ വരെ പറഞ്ഞിരിക്കുന്ന, അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അൻവറിനെ ഉൾപ്പെടുത്തുന്ന കാര്യം ചർച്ച ചെയ്യാൻ എന്തിനാണ് ഇന്ന് UDF ചേർന്നത്? അത് സംബന്ധിച്ച് അവർ പറയേണ്ടത്. അതിന് ഉത്തരവുണ്ടെങ്കിൽ അതാ പറയേണ്ടത്. അതിലാ കേരളത്തിലെ ജനങ്ങൾക്ക് സംശയം. അത് പറയട്ടെ. എങ്ങനെയെങ്കിലും അൻവറെ ഒന്ന് മാപ്പ് പറഞ്ഞ് ഈ ഷൗക്കത്തിനെ ഒന്ന് അംഗീകരിച്ച് എങ്ങനെയെങ്കിലും ആളുകളുടെ മുമ്പിൽ അങ്ങനെ ഒരു കാഴ്ച ഉണ്ടാക്കി ഞങ്ങൾക്ക് എടുക്കാൻ പാകത്തിലായി തരണേ എന്നാണോ പ്രകാശ് മാസ്റ്റർ? അതാണോ അവരുടെ അഭ്യർത്ഥനയായി ഇന്ന് UDF അങ്ങനെയാണ് ചിന്തിച്ചതെന്നാണോ താങ്കൾ കാണുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഇത്രയേറെ തരം താണാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലൊരു പാർട്ടിക്കാവുന്നു എന്നുള്ളത് വലിയ നാണക്കേടാണ് എന്ന് ഞങ്ങൾക്കല്ല, കോൺഗ്രസ്സുകാർക്ക് അറിയാലോ. അവർ പറയുന്നുള്ളൂ ഈ മനുഷ്യൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യം എന്താണ്? അദ്ദേഹം ഇങ്ങനെ തെറി പറഞ്ഞു കൊടുക്കും, അദ്ദേഹം ചവിട്ടാണ് നിങ്ങളെ. അപ്പോൾ കാല് കെട്ടിപ്പിടിക്കേണ്ട ആവശ്യം എന്താണ്? ഇത് ഞങ്ങളെ ചോദിക്കുന്നതല്ല, ഇത് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇവിടെ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ സാർവത്രികമായ സ്വീകരണം ഉണ്ടാകുന്നതിൻ്റെ കാരണം അതുകൂടിയാണ്. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്ന നല്ലതാണ് ഞാൻ പറയുന്നത്. അവര് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം, ഇങ്ങനെ തങ്ങളെ തൊഴിച്ചിരിക്കുന്ന അൻവറിനെ വീണ്ടും കെട്ടിപ്പിടിക്കാൻ എന്താണ് കാരണം? അത് പറയണവര്, അത് പറയാൻ ബാധ്യസ്ഥയല്ലേ? കെ മുരളീധരനും മറ്റ് കോൺഗ്രസ്സുകാരൊക്കെ വിചാരിച്ചിരുന്നത് ഏതോ ഡോക്ടർമാരുടെ പുറകെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ട്, അപ്പോൾ ഡോക്ടർമാർ അവിടെ വരും, അതിൻ്റെ പിന്നാലെ കുറേ ട്രോളുകളൊക്കെ അവർ ഇറക്കുകയും ചെയ്തു. ആ പ്രതീക്ഷയ്ക്ക് പിന്നാലെ പൊയ്ക്കോട്ടെ, അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു പ്രഖ്യാപനം നടത്താം. നിങ്ങളുടെ ഒരു തന്ത്രമായിരുന്നോ ഇതൊക്കെ, ഈ സ്വരാജിനെ ഇപ്പോൾ ഇറക്കിയത്, ഇങ്ങനെ ഇറക്കിയത്? ഈ പ്രധാന നേതാക്കന്മാരടക്കം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകൾ ഞങ്ങളെ പരിഹസിച്ച വിഷയം എന്താ? സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല, പരതുകയാണ്, അന്വേഷിക്കുകയാണ്, CPM-ൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ധൈര്യമില്ല. ഇതായിരുന്നല്ലോ കഴിഞ്ഞ 2 ദിവസക്കാലമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ വർത്തമാനം. അബ്ദുറബിൻ്റെ ഉൾപ്പെടെ ട്രോൾ അതിൻ്റെ മേലെയല്ലേ? പക്ഷേ അവർക്കെല്ലാം കരണത്തൊരടി നൽകിക്കൊണ്ട് ഇവിടെ ഞങ്ങൾ സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചപ്പോൾ അവർ അങ്കലാപ്പിൽപ്പെട്ടിരിക്കുന്നു, എന്ത് ചെയ്യാമെന്നുള്ള അവസ്ഥ എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ചവിട്ടുന്ന കാല് കെട്ടിപ്പിടിക്കാൻ അവർ മുന്നോട്ടേക്ക് വരാൻ തയ്യാറാവുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അല്ലെന്ന് അവർ പറഞ്ഞാൽ അത് കോൺഗ്രസ്സുകാർക്ക് പോലും ബോധ്യമുള്ള ന്യായമായിരിക്കില്ല എന്നവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ മണ്ഡലത്തിൽ സാർവത്രികമായിട്ട് ആ ചിന്ത വ്യാപകമായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളെല്ലാം നേരിട്ട് കേൾക്കുന്ന, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യെസ്, അത് ആ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന പൾസുകളിൽ നിന്നൊക്കെ വ്യക്തമാണ്. അവിടെ ചെറുപ്പക്കാർ രാഷ്ട്രീയ ഭേദമന്യേ ഈയൊരു തന്ത്രപരമായ ഇടത് നീക്കത്തെ സ്വാഗതം ചെയ്തു എന്നാണ് ഇന്നത്തെ എല്ലാ ഫീഡ്ബാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്.